നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ചർച്ചയാക്കുന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്ന വിഷയമാണ് വോട്ട് കമന്റ് ഇന്ന് പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പ്രേക്ഷകർ നൽകിയ വോട്ടുകൾ പരിശോധിക്കാം. ശബരിമല വിഷയം ചർച്ചയാക്കുന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യത്തിന് പ്രേക്ഷകരിൽ 72% പേർ UDF-ന് എന്നാണ് വോട്ട് ചെയ്തത്. LDF-ന് 16%, NDA-ക്ക് 13%മാണ് ലഭിച്ച വോട്ടുകൾ. ഇനി നമുക്ക് പ്രേക്ഷകർ നൽകിയ കമന്റുകൾ നോക്കാം. അപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ CPM നേതാക്കൾക്കെതിരെ പാർട്ടി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല, അതിൽ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ഇവർ രണ്ടുപേരും മറുപടി പറയും. പിന്നെ ഈ നടപടി സ്വീകരിക്കാത്തത് ഇപ്പോഴുള്ള മന്ത്രിയെയും മുന്നത്തെ മന്ത്രിമാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അതും ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, തെരഞ്ഞെടുപ്പിലെ എല്ലാ ദിവസവും വന്നിട്ട് പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിനും കൂടെ മറുപടി പറയണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം 2-3 കമന്റ് വായിച്ചിട്ട് തുടങ്ങാം. ശബരിമല വിഷയം ചർച്ചയാവുന്നത് ആർക്ക് ഗുണം ചെയ്യും എന്നായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. അതിൽ രവീന്ദ്രനാഥൻ കണ്ണാട്ട് പറഞ്ഞിട്ടുള്ളത് BJP-ക്ക് ഗുണം ചെയ്യും എന്നാണ്. ശ്രീ പറഞ്ഞിട്ടുണ്ട് അത് UDF-ന് ഗുണം ചെയ്യുമെന്ന്. സജി പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ജീവനക്കാർക്ക്, അതായത് ശബരിമലയിലെ ജീവനക്കാർക്ക് ഗുണം ചെയ്യും എന്നാണ്. പരശുരാമൻ പറഞ്ഞിട്ടുണ്ട് അത് കട്ടവർക്ക് എപ്പോഴും ഗുണം ചെയ്യും. ഇതിപ്പം UDF ആണോ LDF ആണോ ആരാണ് കട്ടതെങ്കിലും അവർക്ക് ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ 2 കമന്റ് കൂടെ ഉണ്ട്. പ്രസീന റസാഖ് പറയുന്നത്, സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ എൻ്റെ 2 കണ്ണ് പോയാലും വിരോധമില്ല, ശത്രുവിൻ്റെ ഒരെണ്ണമെങ്കിലും പോകട്ടെ എന്ന നിലപാടിൽ കൊണ്ടുവന്ന പരാതിയാണ് കൊടിമരം. അത് പൊളിഞ്ഞു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും പാർട്ടി നടപടിയെടുത്തില്ല. ശബരിമല സ്ത്രീ പ്രവേശനത്തെ ആദ്യം അനുകൂലിച്ച പാർട്ടിയാണ് BJP. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഇപ്പോഴും BJP തയ്യാറല്ല. അസ്സ പറയുന്നത്, കൊടിമര നിർമ്മാണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ല, കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. BJP CPM ഡീൽ കാരണം CBIക്ക് പോലും ശരിയായ രീതിയിൽ അന്വേഷണം നടത്താൻ പറ്റുന്നില്ല. കമന്റുകൾ സത്യത്തിൽ ഇന്നലെ വരെ ഡീൽ വിഷയമാണ് കത്തി നിന്നിരുന്നത്. ഡീലാണ് മെയിനായിട്ടും UDF-ന് ഉയർത്താനുണ്ടായിരുന്ന ആരോപണം. അതിനുശേഷം ഇന്നലെയാണ് VD സതീശൻ വന്ന് ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കൊള്ള വീണ്ടും ചർച്ചയാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഈ പെട്ടെന്നുള്ള ഊർജം കിട്ടിയതിന് പിന്നിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടിമര പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിച്ചു. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്രമക്കേടൊന്നും ഇല്ലാന്ന് വിജിലൻസ് കണ്ടെത്തി. അതിനെ തുടർന്ന് ഹൈക്കോടതി കേസ് അവസാനിപ്പിച്ചു. ഇതിനകത്ത് ഈ സ്വർണ്ണക്കൊള്ള കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LDF സർക്കാരിന് ഇങ്ങനെ ഭയങ്കര പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠ കേസ് വരുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. അത് ദേവസ്വം ബോർഡ് വിജിലൻസ് ആണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഇതിന്റെ ഭരണസമിതി ആയിരുന്ന സമയത്താണ്. അതെ, പ്രയാർ ഗോപാലകൃഷ്ണൻ അതിന്റെ പ്രസിഡന്റാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ആ സമയത്ത്. അതുപോലെ അജയ് തറയിൽ അതിന്റെ ബോർഡംഗാണ്. ആ സമയത്താണ് ഈ ആരോപണം ഉയർന്നു വന്നത്. അന്ന് ഒരുപാട് നടന്മാരൊക്കെ കൊടിമരത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് സ്വർണം നൽകിയിട്ടുണ്ട്. ഇപ്പം മോഹൻലാൽ, ദിലീപ് അടക്കമുള്ള ആൾക്കാർ സ്വർണം നൽകിയിട്ടുണ്ട്. ആ സ്വർണ്ണം ഒന്നും കൊടിമരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല, അതെടുത്ത് വകമാറ്റി എന്നുള്ള രീതിയിലായിരുന്നു ആരോപണം. എന്നാൽ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വന്നപ്പം ഹൈക്കോടതി ഇപ്പം വിജിലൻസ് മേധാവിയോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്ന്. അപ്പം വിജിലൻസ് കേസ് നടത്തി, കേസ് അന്വേഷിച്ചു. ഇതിന് അവസാനം കണ്ടെത്തില്ല ഈ സ്വർണ്ണമെല്ലാം കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്ന്. ഇത് വന്നതോടെയാണ് UDF ഒരു സേഫ് സോണിലെത്തി. അതോടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-നും VD സതീശനും ആശ്വാസമായി തോന്നുന്നു, ഒരു ആത്മവിശ്വാസം കൂടിയായി അവർക്ക്. അതിനെ തുടർന്നാണ് ഇപ്പം സ്വർണ്ണക്കൊള്ള ഇപ്പം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത്. അതായത് VD സതീശൻ വീണ്ടും സ്വർണ്ണക്കൊള്ളയായിട്ട് LDF-ന് ഒരു പ്രതിരോധം തീർക്കുന്ന ആരോപണമായിട്ട്. സ്വർണ്ണക്കൊള്ള നേരത്തെ ഉണ്ടായിരുന്നു, ഈ ഘട്ടത്തിൽ അത് വീണ്ടും എടുത്തിട്ടു. അതെ, അങ്ങനെയാണ് തോന്നുന്നത്. പ്രിയനി കുറച്ച് കമന്റ്. പോറ്റിയെ കയറ്റിയ പാട്ട് പാടിയാൽ തിരഞ്ഞെടുപ്പ് ലംഘനം, അപ്പോൾ ആർക്ക് ഗുണം? ഇതാണ് അബ്ദുൽ ഖാദർ ചോദിക്കുന്നത്. OSK കുട്ടി ചോദിക്കുന്നത്, പറയുന്നത് ആർക്കും ഗുണം ചെയ്യില്ല, രാഷ്ട്രീയത്തെയും വിശ്വാസത്തെയും രണ്ടായി കാണുന്നവരാണ് കേരളീയരിൽ ഭൂരിഭാഗവും. പിന്നെ LDF-ന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണെന്ന് ഹാജി പറയുന്നുണ്ട്. ആർക്കും ഗുണം ചെയ്യില്ല എന്ന് സാഗർ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇപ്പോൾ ഈ കമൻറ്റുകൾ പരിശോധിച്ചാൽ കൂടുതലായിട്ട് മനസ്സിലാവുന്നത് ഈ ശബരിമല വിഷയം ആർക്കും ഗുണം ചെയ്യില്ല എന്നുള്ളത് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രതികൾ എന്ന് പറഞ്ഞാൽ CPM പ്രതിരോധത്തിലാക്കിയ പ്രതികൾ എ പത്മകുമാർ, KP ശങ്കർദാസ്, N വാസു, ഇവരൊക്കെയാണ് CPM CPI-നെയും പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള പ്രതികൾ. അപ്പോൾ ഇവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് ആരോപണം ഉയർന്ന സമയത്തും ഈ അറസ്റ്റിൽ വരെ എത്തിയ സമയത്തും പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ CPM-ന് എന്തായാലും എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇല്ല. ഇപ്പോൾ പത്മകുമാറിന്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്സപ്പ് നടപടിയാണ് അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് CPM ആ കാര്യത്തിൽ ചെയ്തത്. പിന്നെ KP ശങ്കർദാസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ ന്യായീകരിച്ചത്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ല എന്നാണ് ബിനോയ് വിശ്വ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ആശയക്കുഴപ്പങ്ങളും കൃത്യതയില്ലായ്മയും നിലനിൽക്കുമ്പോൾ തന്നെ ഇത് ഇടതുപക്ഷത്തിന് ഗുണമാവില്ല എന്നല്ലേ പറയേണ്ടി വരിക? അങ്ങനെ വായിക്കാം. കാരണം അവരൊരു കൃത്യമായിട്ടൊരു കാര്യം പറയുന്നില്ലല്ലോ. അതിനോട് ചേർത്തിട്ട് 2 കമന്റ്. ബെന്നി ബെനഡിക്റ്റ് കമന്റ് ഇടുന്ന ആളാണ്. അകത്ത് കിടക്കുന്നവർ ആരൊക്കെയാണ്? അവർക്ക് ദോഷം ചെയ്യും, UDF-ന് ഗുണം ചെയ്യും. പിന്നെ സോളമൻ പറയുന്നത് ജനം വ്യക്തമായി ശരിയും തെറ്റും ആരുടെ പക്ഷത്താണെന്ന് തിരിച്ചറിയുന്നു, അതിനാൽ ഈ വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കും എന്നുറപ്പാണ്. ഇതിൽ ഇനി ആകെ 10 ദിവസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് UDF അവരുടെ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഡീൽ ആരോപണമായിട്ട് വന്നു. VD സതീശൻ ഡീൽ ആരോപണമായിട്ട് വരുന്നു. മുഖ്യമന്ത്രിക്കും LDF നേതാക്കൾക്കും ദിവസവും അതിന് മറുപടിയും അതിൽ വിശദീകരണവും തിരിച്ചാരോപിക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഡീൽ ആരോപണത്തിൽ UDF വിജയിച്ചു. അവർ അത് കൃത്യമായിട്ട് അത് ചർച്ചയിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റി. പിന്നെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ അവർ അടുത്ത ആരോപണമായിട്ട് വരുവാണ്. ആരോപണമല്ല, നേരത്തെയുള്ള വിഷയം തന്നെയാണ്. അടുത്ത വിഷയവുമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇതിപ്പോൾ ഇനി നേരത്തെ ഡീൽ ആരോപണം ഒരു നേതാവല്ല ഉന്നയിക്കുന്നത്, പല നേതാക്കൾ പല ഡീലുകളാണ്. CPM BJP ഡീലിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞെങ്കിൽ പിന്നെ STPI ഡീൽ വരെ എത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത ലാപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും കൂടെ വിഷയമാക്കിയിട്ട് അതിനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക. അങ്ങനെ നമ്മൾ തന്നെ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരങ്ങനെ ഒന്നും വിട്ടുകളയുന്നില്ല. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും. എനിക്ക് അങ്ങനെ തോന്നുന്നത്, കൃത്യമായിട്ട് എല്ലാം പറയും, ഒന്നും വിട്ടുകളയുന്നില്ല എന്നാണ് എനിക്ക്. അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി കാണുമ്പോൾ തോന്നുന്നത്. അതെ, ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടെ തന്നെ ആയിട്ടായിരിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 2-3 കമൻറ്റും കൂടെ നമുക്ക് വായിക്കാം. റഫീഖ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പാർട്ടിയായ CPM ശബരിമല കൊള്ളയടിച്ചു, BJP ആകട്ടെ അതിന് കൂട്ടുനിൽക്കുന്നു. ED-യും BJP-യും ശബരിമല കൊള്ളയടിച്ചിട്ടും CPM-നെ രക്ഷിക്കാൻ ചത്തതുപോലെ അനങ്ങാതെ കിടക്കുന്നു. അതുകൊണ്ട് ശബരിമല വിശ്വാസികൾ മൊത്തം അവന്മാർക്ക് അഥവാ UDF-കാർക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു കമൻറ്റുണ്ട്. സുരേന്ദ്രൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അധ്വാനിക്കാൻ അടിയാളനും വിള കൊയ്യാൻ തമ്പ്രാനും എന്ന പ്രവണതയുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഭരണവിരുദ്ധ വികാരം മൂപ്പിച്ചാൽ വോട്ടർമാർ ഉൾക്കൊള്ളും, പക്ഷേ അതിൽ ഫലം കൊയ്യുക തൊട്ടടുത്ത എതിരാളിയായിരിക്കും. മേലനങ്ങാതെ വിളവെടുക്കുന്നവരെയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോസ് പറഞ്ഞിട്ടുള്ളത് CJP വിജയിക്കുന്നതാണ്. CJP എവിടുന്ന വന്നതെന്ന് അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ മറ്റേ പുതിയ യാത്രയിൽ വന്ന സാധനമാണ്. അപ്പോൾ ജയകുമാർ പറഞ്ഞിട്ടുള്ളത് BJP തൊടില്ല, കാരണം ഡീലാണ്. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഡീൽ ആരോപണത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. ഈ ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഡീലാരോപണം വരുമ്പം ഇത് പ്രധാനമായിട്ടും ബാധിക്കാൻ സാധ്യതയുള്ള, ചർച്ചയാവാൻ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അതായത് ഇപ്പം റാന്നി, കോന്നി. ഈ റാന്നി ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. കോന്നി, അതേപോലെ ചെങ്ങന്നൂർ, കോട്ടയം, പത്തനംതിട്ട, ഈ മണ്ഡലങ്ങളിൽ ഇത് പ്രധാനമായിട്ടും ചർച്ചയാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഇവർ പറയുന്ന പ്രധാന മണ്ഡലങ്ങൾ ഇതിനകത്ത് റാന്നിയും കോന്നിയാണ്. VD സതീശൻ തുടക്കത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, 5 പ്രധാന മണ്ഡലങ്ങൾ. ആ 5 പ്രധാന മണ്ഡലങ്ങളിൽ ഈ 2 കോന്നിയും റാന്നിയും ഉണ്ട്. പക്ഷേ ഈ റാന്നിയിലും കോന്നിയിലും BJP-യും CPI-യും തമ്മിൽ ഡീലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാന്നിയും കോന്നിയും കാലങ്ങളായിട്ട് LDF-ന്റെ കയ്യിലുള്ളത് തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തും ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും റാന്നി കിട്ടിയത് LDF-നാണ്. അപ്പം നമ്മൾ അതിനകത്ത് ഈ ഡീൽ ഉണ്ടായിരിക്കുമോ എന്നുള്ളതൊരു അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഈ ശബരിമല കൊള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ
ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതെല്ലാം കണക്റ്റഡ് ആവുന്നുണ്ട്. അതെ, ഈ മണ്ഡലങ്ങളെല്ലാം ഇതിനകത്ത് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. കമന്റ് വായിക്കാം. ഡീൽ ആരോപണത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ശബരിമല വിഷയത്തിൽ ഇത് ഗുണം ചെയ്യുക LDFനാണെന്നാണ് സുനീഷ് പറയുന്നത്. കാരണം പോറ്റിയെ കയറ്റിയത് ഇവർ, പോറ്റിയുമായി അടുത്ത ബന്ധമുള്ളത് കോൺഗ്രസിനാണ്. പിന്നെ ഡീൽ സ്ലൂട്ട് ജംഗ്ഷൻ, അതേ ഒരു രസകരമായ കമന്റാണ്. സത്യത്തിൽ ശബരിമലയിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പിന്നെയുള്ളത് ശബരിമല കൊള്ളക്കാരെ ഇനിയും ജയിപ്പിച്ചാൽ അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളതും അടിച്ചു മാറ്റാനുള്ള ലൈസൻസ് അവർക്ക് നൽകുന്നതിന് സമാനമായിരിക്കും. വോട്ടവകാശം വിവേകത്തോടെ വിനിയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രേക്ഷകൻ വിപിൻ ജോസഫ് ഒരു വോട്ടവകാശം വിവേകത്തോടെ വിനിയോഗിക്കൂ എന്നുള്ളൊരു ആഹ്വാനം കൂടി പുള്ളി അവിടെ കമന്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CPMന് ഏറ്റവും ഒരു അടിയാണ്. അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുത്തുകൊണ്ടൊന്നും ജനങ്ങളിലേക്ക് ഇറങ്ങാനും അങ്ങനെ ഒരു പറ്റിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതാണ് അവർ പ്രധാനമായിട്ടും പ്രചാരണ ആയുധമാക്കുന്നതും. പിന്നെയുള്ളത് ഇത്രയും കാലം വികസനം കൊണ്ടുവന്നിട്ട് അതെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് 2 തവണ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ അവരുടെ ഭരണ നേട്ടങ്ങൾ ഒക്കെ മുൻനിർത്തിയിട്ടാണ് അവർ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ആ ഒരു ടേം വന്നത്. എന്ന് വെച്ചാൽ അവര് UDFന്റെ ഒരു പ്രചാരണ ആയുധമാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നമ്മൾ അന്നേരം കണ്ടതാണ്. ആ പാട്ട് ആ പാരഡി പാട്ടൊക്കെ അത് ഉപയോഗിക്കരുത്, അല്ല അതിനെതിരെ കേസൊക്കെ വന്നിട്ടുണ്ട് ഒരു സാഹചര്യം ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു UDF സ്ഥാനാർത്ഥി ആ പാട്ടും പാടിയിട്ട് പ്രചാരണം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സമയത്ത് മറ്റേ യുവതീ പ്രവേശനം കൂടെ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ LDF സർക്കാരിനെതിരെ കോൺഗ്രസും BJPയും ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം യുവതീ പ്രവേശനമാണ്. ആ യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് തിരിച്ചടിയാവുമെന്നും അടുത്ത തവണ വരില്ല എന്നും കരുതി. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചിട്ട് വീണ്ടും LDF സർക്കാരിന് അധികാരത്തിൽ വരികയും ചെയ്തു. അതും അതുപോലെ ഇനി സംഭവിക്കാമെന്നാണ്. കൂടായില്ല. നമുക്ക് വന്ന കമന്റ് ഒക്കെ ഉണ്ട്, പിണറായിയുടെ കൂടെയാണ് അയ്യപ്പൻ എന്നൊക്കെയാണ്. അതെ അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട്. വേറൊന്നും ഇതുവരെ കിട്ടാത്തത് കാരണം ശബരിമല പിന്നെയും വരുന്നു പറഞ്ഞേക്കുന്നത്. രാജേഷ് ദാമോദരനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബിജു അമ്മക്കുട്ടി മാധവൻ, 3-ാം ഊഴം ലക്ഷ്യമാക്കി ഇടതും വലതും നടുക്കും BJPയെയും SDAPയെയും PDPയെയും കൂട്ടുപിടിച്ച് CPM നടത്തുന്ന കളികൾ പൊതുജനങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട്. ശബരിമല കൊള്ളയും സ്വർണ്ണക്കടത്തും അഴിമതിയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ പൊറുക്കാൻ കഴിയാത്ത കെടുകാര്യസ്ഥതയും എല്ലാം പൊതുജനങ്ങൾ കാണുന്നുണ്ട്. അവർ വളരെ മുമ്പ് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾ നേരത്തെ ഇതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെയുള്ള. LDF പ്രതീക്ഷിക്കുന്നതിലും കടുത്ത തോൽവിയാണ് അവരെ കാത്തിരിക്കുന്നത്. വേറൊരു കമൻറ്റ്, UDF LDF കക്ഷികൾ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അത് മറച്ചു വെക്കാനാണ് 2 മുന്നണികളും BJPയെ ചേർത്ത് പഴിചാരുന്നത്. അതിനാൽ 2 മുന്നണി ജയിച്ചാലും കണക്ക് തന്നെ. കേരളത്തിലെ ജനങ്ങളെ ഇത്രയും നാൾ വിഡ്ഢികളാക്കിയതുപോലെ ഇനി പറ്റില്ല. ഇതിനകത്ത് ഇപ്പം നേരത്തെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ യുവതീ പ്രവേശനം എന്താ പറയുക കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് BJPയും UDFും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്, അതേപോലെ ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അന്ന് തിരിച്ചടി ആയിരുന്നില്ല. അന്ന് LDFും പറഞ്ഞത് തിരിച്ചടി ആയിട്ടില്ല എന്നാണ്. അന്ന് പിന്നെ സർക്കാർ എടുത്ത നിലപാട് സുപ്രീം കോടതി പറയുന്നത്, സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് യുവതികളെ കയറ്റാം എന്നുള്ള നിലപാട് തന്നെയാണ്. പെട്ടെന്ന് അതിലേക്ക് നടക്കുകയും ചെയ്തു. അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്കും അതിൽ നിലപാട് മാറിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഇങ്ങനെ ഒരു നിലപാട് സുപ്രീം കോടതിയിലൊക്കെ ഇത് മാറ്റി കൊടുക്കുകയും ചെയ്തു. നിലപാട് മാറ്റി പറയുകയും ചെയ്തു. അതായത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ളൊരു നിലപാട് എടുക്കുകയും ചെയ്തു. അന്ന് ഇവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല യുവതീ പ്രവേശനം ഇവരെ ബാധിച്ചിട്ടില്ല എന്നിവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴിങ്ങനെ ഒരു U-ടേൺ എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് അവരെ വിശ്വാസികളുടെ ഇന്ന് വിശ്വാസികളുടെ കൂടെയാണ്. അപ്പൊ അന്ന് വിശ്വാസികളുടെ കൂടെ അല്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അല്ലേ.
അപ്പം അതൊരു കൃത്യമായിട്ടുള്ളൊരു യൂ ടേൺ എടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അന്ന് പഴയ നിലപാട് ഇപ്പോഴത്തെ നിലപാടും ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതെ, അത് അവര് ശരിക്കും എനിക്ക് തോന്നുന്നത് അവർ വിചാരിക്കുന്നുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയും ഈ ശബരിമല യുവതി പ്രവേശനം ഈ 2 തെരഞ്ഞെടുപ്പിലും ഇവരുടെ മെയിൻ ആയുധമാവുന്നത് ശബരിമലയാണ്. അപ്പം ഇതെങ്ങനെങ്കിലും തിരിച്ചടി അയക്കുമെന്ന് എന്തോ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ അതെ, അതിന് കാത്തിരുന്ന് കാണുന്നതായിരിക്കും നല്ലത്. കമന്റ് വായിക്കാം. അതായത് ഹസ നേരത്തെ ഒരു കമന്റും കൂടെ പറഞ്ഞിരുന്നു. ശബരിമല വിഷയത്തിലേക്ക് ഇലക്ഷൻ ചർച്ചകൾ കേന്ദ്രീകരിക്കണം. ആലപ്പുഴയിലും കൊല്ലത്തും പത്തനംതിട്ടയിലും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യണം. ഇൻഎഫക്റ്റീവ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല, വൈൽഡ് ആനിമൽസ് ഉയർത്തുന്ന ഭീഷണി, ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളുടെ പരാജയം, ഉന്നത വിദ്യാഭ്യാസ രംഗം മോഡേൺ യൂത്തിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാത്തത്, ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടണം. CPIM മത്സരിപ്പിക്കുന്ന 25 സിറ്റിംഗ് MLA-മാർ എങ്കിലും പരാജയപ്പെടും, ഇൻക്ലൂഡിംഗ് മിനിസ്റ്റേഴ്സ്. അത് ഹസയുടെ ഒരു അനുമാനമാണ്. പിന്നെ അഫീഫ് ഇബ്രാഹിം പറയുന്നുണ്ട്, ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് സർക്കാർ നിയന്ത്രണമില്ലാത്ത ഒരു സ്വതന്ത്ര സംവിധാനമാണ്. അഫീഫ് ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഇതുമായി ബന്ധപ്പെടുത്താനാവില്ല. മന്ത്രിമാർക്കെതിരെയോ സർക്കാരിനെതിരെയോ ഒരു കുറ്റാരോപണവും SIT-യോ കോടതിയോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അറസ്റ്റിലായ ദേവസ്വം ഭരണവാഹികൾക്കെതിരെയും ധനസമ്പാദനത്തിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ഇവിടെ അഫീഫ് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ SIT-യുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഇത്രയും വലിയൊരു കേസ് വന്നിട്ട് പ്രതിപക്ഷം പ്രധാനമായിട്ട് ഉന്നയിക്കുക ഈ കേസല്ല മറ്റേത് കേസായാലെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല, അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളൊരു സാധനമാണ്. അത് ഈ കേസിലും പ്രകടമായിട്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് SIT-യുടെ അന്വേഷണത്തിൽ അത് അന്വേഷണം അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു സാധനം. അപ്പോൾ പിന്നെയുള്ളത് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതുകൊണ്ടാണ് ഈ പ്രതികളൊക്കെ ജാമ്യം നേടി പുറത്തേക്ക് പോകുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം SIT എന്ന് പറഞ്ഞാൽ ഒരു സമയം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മെയ് 18 വരെ ആ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ദിവസം അതുവരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേ ആണ് ആ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമാക്കാമായിരുന്നു. അത് LDF-ന് ഭയങ്കര തിരിച്ചടിയാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അനുകൂല ഘടകമാകുമായിരുന്നു. കമന്റ് കൂടെ വായിക്കൂ പ്രിയ. അതിൻ്റെ അകത്ത് ലേഖ കമന്റ് ചെയ്തിരിക്കുന്നത്, കേസ് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഇലക്ഷനെ ബാധിക്കില്ല. പ്രഭാകരൻ പറയുന്നത് ശബരിമലയെ വെറുതെ വിടൂന്നാണ്. അപ്പോൾ വേറൊരു കമന്റ് ഉള്ളത്, അമ്പലക്കൊള്ള നടത്തിയ കൊള്ളപ്പണം CPM ഇലക്ഷന് വാരി എറിയുന്നു, ശാപം പേരിയ CPM മുടിയട്ടെ. അങ്ങനെയുള്ളൊരു കമന്റ് സജി മാത്യു കമന്റ് ചെയ്തിട്ട് ശപിക്കുകയാണ്. അത് പിന്നെ ഒരു കമന്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരു കമന്റ് കൂടെ ഉണ്ട്. UDF-ന് വേറെ ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് UDF-ന് വേറെ ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ടൊന്നുമല്ല. UDF ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവരുടെ പ്രചരണവും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത്. അത് കനകോലൂടെ തന്ത്രമാണോ അല്ലെങ്കിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്നത് കൊണ്ടുള്ള അനുഭവ പരിചയം കൊണ്ടാണോ, എന്തായാലും അവർ ഇന്ന പോയിന്റുകളിൽ കൃത്യമായി ഇന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരെ ശബരിമല സ്വർണ്ണക്കുളം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അവർ നേരെ ഡീൽ ആരോപണത്തിലേക്ക് പോയി. അപ്പോൾ നമ്മളൊക്കെ എന്താ ശബരിമല സ്വർണ്ണക്കുളത്തെ കുറിച്ചൊന്നും പറയാത്തതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും പുനഃപ്രതിഷ്ഠ കേസിൽ ഹൈക്കോടതിയുടെ അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഇവർക്ക് അതൊരു അപ്പർ ഹാൻഡായി. അപ്പോൾ കറക്റ്റ് സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കൂടെ ഇടുന്നു. അതായത് സർക്കാരിനെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് കാണാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഇനി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ള കാര്യവും ഇവർ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവർ പറയുന്നുണ്ട്. വെറുതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്, അതിനൊപ്പം ഞങ്ങൾ വന്നാൽ ഇന്നൊക്കെ ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലാനുള്ളൊരു ചർച്ചയാക്കുന്നുണ്ട്. അവർ ഒരു ദിവസം പോലും ഒരു ഇതിൽ പോലും ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കൃത്യമായിട്ട് ചർച്ചയിൽ അവരുണ്ട്. അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് ചർച്ചകൾ പോകുന്നത്.
നമുക്ക് ഒന്ന് രണ്ട് കമന്റ് കൂടെ വായിച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാൻ തോന്നും അല്ലേ. അപ്പോൾ ഒരു സതീശന്റെ അഭിപ്രായം വന്നിട്ടുണ്ട്. കേരള ജനതയെ 2020, ഇതെനിക്ക് വളരെ കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കമന്റ് ആട്ടോ. കേരള ജനതയെ 2020 മുതൽ COVID-19 വൈറസ് എന്ന ഇല്ലാത്ത വൈറസ് രോഗത്തെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയും പിണറായി വിജയനും IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഇതിനകത്ത് പ്രതി ചേർന്ന് നുണപ്രചാരണം മാധ്യമങ്ങൾ, ദിനപത്രങ്ങൾ എന്നിവയിലൂടെ നടത്തിയായിരുന്നു എന്ന സത്യം ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. തിന്നാൻ എന്ത് ഡീൽ ഉപയോഗിച്ചാലും UDFനെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്നാണ് ഈ കമന്റ് വന്നിട്ടുള്ളതെന്ന് അറിയത്തില്ല. പക്ഷേ അതെ, COVID-19 വൈറസ് ഒരു സങ്കല്പമായിരുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും മെഡിക്കൽ അസോസിയേഷനും കൂടെ ഉണ്ടാക്കിയ ഒരു സങ്കല്പം. ഇത്രയും കാലത്തെ ലോക്ക്ഡൗൺ ഒക്കെ ഇരുന്നിട്ടാണ് ഈ പറയുന്നത്. ആലോചിക്കണം, ഇത്ര നൂറുകണക്കിന് മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ ഇടാനുള്ളൊരു പ്രചോദനം ഇവിടുന്നാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതെ, ബിജു ജോസഫിന്റെ ഒരു കമന്റ് ഉണ്ട്. LDF ജയിച്ചാൽ നാളെ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും ഗോവിന്ദ. ഓൾറെഡി ശബരിമലയിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും കൂടെ പോകുന്നാണ് പറഞ്ഞേക്കുന്നത്. എബി മാത്തി പറഞ്ഞിട്ടുണ്ട്, ശബരിമല ചർച്ച ചെയ്താൽ LDF ജയിക്കും. നേരത്തെ പറഞ്ഞ കമന്റാ, അയ്യപ്പൻ പിണറായിയുടെ കൂടെ. അതായത് ഈ കമന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെ അതെ, അയ്യപ്പ പിണറായിയുടെ കൂടെയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. രാഷ്ട്രീയ കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF NDA പ്രചരണങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഭക്തരുടെ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരു മുന്നണികളുടെയും ലക്ഷ്യം. എന്നാൽ അതിൽ തൊടാതെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിലാണ് LDFന്റെ ഫോക്കസ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകരുടെ വോട്ടുകൾ കൂടി പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുഡ് ഈവനിങ്.